Yo, what's up guys? ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് കീ സ്റ്റോക്സിന് വീടുന്നത്. നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ സെർച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം വീഡിയോ പഴയ വെർഷൻ ഉണ്ട്. പുതിയ വെർഷനിൽ മോജാങ് ചേഞ്ച് ചെയ്തു മെത്തേഡെല്ലാം. ഈ ഈ ഈ ഒരു മോഡ് പാക്കിനകത്ത് ഇത്ര സാധനങ്ങൾക്ക് കിട്ടും എൻ്റെ കൂടെ തന്നെ. ഞാൻ റെക്കോർഡിങ്ങോടെ 3 ആപ്പ് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ലാഗാണ് ഗൈസ്. ഞാൻ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളത് നേരെ ഹൈ പിക്സലിലോട്ടൊന്നും പോരുത്. എന്നിട്ട് അത് ഫ്രീ ലുക്ക് ആദ്യം ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കി എൻ്റെ അകത്ത് ഓഫ് ആയിട്ട് ഇവിടെ കാണിക്കാം. ജോയിനിങ് ആയി കാണിക്കാം. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അടിച്ചാൽ ഞാൻ വരാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു സെർവർ കയറിയിട്ടുണ്ട്. അത് ഹൈ പിക്സലിൽ ഒന്നും കയറരുത് ഗായ്സ്. എൻ്റെ മോഷൻ പ്ലെയർ ഓൺ ആയി കിടക്കും. ഓഫ് ആക്കി സെറ്റിംഗ്സ്. നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കും കൂൾ യു ഐ. നിങ്ങൾ ഇങ്ങനത്തെ യു ഐ വേണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ആക്കിയിട്ട് റിസോഴ്സ് പാക്കേജ് ആക്കിയിട്ട് ഇത് ഓഫ് ആക്കിയിട്ടാൽ മതി. ബെറ്റർ ജി യു ഐ എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുമായിരിക്കും. ഇതൊന്നും കിട്ടത്തില്ല, ചിലതൊക്കെ കിട്ടുമായിരിക്കും. ഇതും അതിൻ്റെ തന്നെ കിട്ടുന്ന പക്ഷേ വർക്കിംഗ് അല്ല. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതൊന്നും കാണണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്ത് പോകുന്ന വീഡിയോ. ഓക്കെ, ഓഫാക്കിയ നിങ്ങളുടെ ഞാനിപ്പോൾ ഓഫാക്കുന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ കോണി കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കിത് വന്നിട്ടില്ലായിരിക്കും. നിങ്ങൾ ആദ്യം റൈറ്റ് ഷിഫ്റ്റ് വെക്കണം. അപ്പോൾ ഈ ഒരു മെനു ഓപ്പൺ ആവും. ഞാനിവിടെ ഇപ്പോൾ ഇതെല്ലാം ഓൺ ആക്കിയിട്ടേക്കുന്നു. അതിനകത്ത് ക്ലയൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഹൈ പിക്സൽ മോഡാണ്, ഫ്രീ ലുക്ക് ഉണ്ട്. അത് ഞാൻ ഓഫ് ആക്കിയിട്ടേക്കും. പ്രോസ്പെരിറ്റി കൊടുത്തു. ആദ്യം നിങ്ങൾ HOD ഓപ്ഷനിൽ പോകും. സി പി എസിൻ്റെ ആവശ്യമില്ല. സി പി എസ് നമുക്ക് അതിനകത്തുനിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ആർമർ ഓൺ ആക്കിയിടാൻ നിങ്ങൾ സൈഡിൽ നിന്ന് ആർമർ കാണാൻ പറ്റും. FPS ഓൺ ആക്കിയിട്ട് ഇവിടെ FPS ഇടാൻ പറ്റും. നിങ്ങൾക്ക് മൂവ് ചെയ്യാനും പറ്റും. പിങ്ക് ചെയ്താൽ പിങ്ക് കയറ്റാൻ പറ്റും. വ്യൂ വേണ്ട. നിങ്ങളില്ല, ആദ്യം ഞാൻ കീ സ്ട്രോക്സ് കാണിച്ചുതരാം. TPS എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട് ഗൈസ്. അത് ഞാൻ 2 വേ പറഞ്ഞുതരാം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളില്ല, കീ സ്ട്രോക്സിൽ പോകുമ്പോൾ എൻ്റെ ഓണായി കിടക്കുമായിരിക്കും, നിങ്ങളുടെ ഓഫാ ഇല്ല കഴിഞ്ഞിട്ടില്ലേ, ഓണാക്കി കഴിഞ്ഞിട്ടില്ലേ. നിങ്ങൾ കീ സ്ട്രോക്ക് മാത്രം കാണിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ CPS ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകണം. കീ സ്ട്രോക്സ് കൺട്രോൾ ചെയ്യണം. അപ്പം നാട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരും. നീ ആഡ് സ്പെഷ്യൽ കീ സ്ട്രോക്ക് അല്ലെങ്കിൽ ആഡ് ഇതല്ല മാറിപ്പോയി. ആഡ് സ്പെഷ്യൽ കീ സ്ട്രോക്സ് ചെയ്യണം. കണ്ടോ, ഇങ്ങനത്തെ ഒരു ബട്ടൺ ഞെക്കണം. ഇങ്ങനെ ബട്ടൺ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞത് എന്തുകൊണ്ടോ ഇങ്ങനെ ഡബിൾ വരും. നമ്മുടെ കിട്ടും. അത് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി വന്നെങ്കിൽ നിങ്ങൾ ചിലതൊക്കെ ഇല്ല ഉണ്ട്. തന്നെ ആക്കിയിട്ട് ഒരു കാഴ്ച ഇതില്ലേ ഹൈ പിക്സലിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത്. ഹൈ പിക്സലിന് വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ കോണിലൊരു CPS നിങ്ങൾക്ക് 2 വേയിൽ കാണിക്കാൻ പോയി. ഇങ്ങനെ ആദ്യത്തെ ഹാർഡ് വേ, അത് നിങ്ങൾ ഈസി വേ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഹാർഡ് വേ ക്യാരക്ടറാണ്. നിങ്ങൾക്ക് തന്നെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഗൈസ്. ആദ്യത്തെ വേ നിങ്ങളില്ലേ ഗൂഗിളിൽ പോയിട്ട് കേഴ്സ് ഫോർജൻ സെർച്ച് ചെയ്യണം. കേഴ്സ് ഫോർജൻ സെർച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കേഴ്സ് ഫോർജ് ക്ലിക്ക് ചെയ്യണം. വരും. നിങ്ങൾ മൈൻക്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യണം.
ഞാൻ മോഡറേറ്റ് ഉണ്ടോന്ന് നോക്കിയില്ല, പക്ഷെ പെർസ്പോജർ ഉണ്ട് ഗൈസ്. നിങ്ങൾ ബ്രൗസ് ഓൾ ഇത് ഹാർഡ് വേ എന്ന് എനിക്ക് വളരെ എങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ ഓളിനകത്ത് പോയി അല്ലെങ്കിൽ മോഡ് പാക്കിനകത്ത് മാത്രം പോയാൽ മതി. നിങ്ങൾ OOPS വെക്കണം. ഇതിന്റെ പേര് അങ്ങനെ കണ്ട കുറച്ച് പേരുണ്ട്, നമ്മളെ രീതിയില്ല. മോഡ് പാക്ക് എന്ന് പറഞ്ഞു ഇതല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇത് പോലെ കീ സ്ട്രോക്ക് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത് ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പില്ലേ, നിങ്ങൾ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഉപ്സ് യുവർ ഡെയിലി എവറിഡേ മോഡ് പാക്ക് എന്ന് വരും. ഞാൻ ഇത് മോഡ് പാക്കാ, അത് ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെ ഫോജിന്റെയോ എന്താ പഴയ വെർഷൻ്റെയോ അതൊക്കെ. പക്ഷെ എൻ്റെ വേറെ എന്തോ പണിയാണ്. അത് ചെക്കിയിട്ട് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ വിത്ത് കോസ്മെറ്റിക്സ് ഫുൾ ബ്രൈറ്റ്നസ് കീ സ്ട്രോക്ക്. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളില്ലേ അതിനകത്തുനിന്ന് ബാക്ക് അടിക്കണം. ഡൗൺലോഡ് ചെയ്തില്ല, ബാക്ക് അടിക്കണ്ട. നിങ്ങൾ വിൻഡോസ് 6 നിൽക്കണം. എന്നിട്ട് ആപ്പ് ഡേറ്റ %ആപ്പ് ഡേറ്റ നിൽക്കണം. .minecraft നിൽക്കണം. പിന്നെ ഞാനിപ്പോൾ മോഡ് പാക്സിൽ കിട്ടിയത് ശരി. എന്നിട്ട് .minecraft വെക്കണം. എന്നിട്ട് എങ്ങനെ കയറുന്നത് എനിക്ക് ആ വേ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ബിക്കോസ് സെക്കൻഡ് ഈസി വേ, നിങ്ങൾ SK ലോഞ്ചർ അവിടെ ഈ ലോഞ്ചർ എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ SK ലോഞ്ചറിൽ പോകണം. എന്നിട്ട് നിങ്ങൾ കണ്ടോ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. നിങ്ങളില്ലേ ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കി ഇത് ഓപ്പൺ ആയി വരും. നമ്മളിങ്ങനെ വേറെ വെർഷൻ്റെ ആഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങളിത് ബാക്ക് അടിക്കണം. നിങ്ങൾ ഇൻസ്റ്റാളേഷൻ മാനേജർ വെക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് മോഡ് പാക്സിലോട്ട് പോയിട്ട് കേഴ്സ്ഫോർജിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ OPPS എന്ന് സെർച്ച് ചെയ്യാൻ മതി, കിട്ടിക്കൊള്ളും. ഒരു മിനിറ്റ് ഗൈസ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ എന്നാ പറ്റുന്നത്? OOPS ഗൈസ്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ലോഡിങ് വരും ഗൈസ്. 1.21.10 വേണ്ടിയാണ് ഇത് പഴയ വെർഷന് മോജാങ്ക് ഇതിന്റെ മെത്തേഡെല്ലാം മാറ്റി സ്റ്റോക്സിന്റെ. അപ്പൊ ഇവിടെ ആദ്യം വരും സി യുവർ ഡെയിലി എവരിഡേ മോഡ് പാക്ക്. നിങ്ങൾ കണ്ടോ 1.21 അത് വാങ്ങിക്കണം. അല്ല അത് വാങ്ങിക്കണമല്ല സാറേ, അത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾ വേറെ അത് കയറ്റാനാണെങ്കിൽ ഫോൾഡറിൽ പോയിട്ട് മോഡ് പാക്സ് വരും. മോഡ് പാക്സിലുള്ള മുര സെലക്ട് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി വേറെ ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ വേൾഡ് ഒക്കെ കിടക്കുന്നത്. വേൾഡ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സേഫ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സേഫ്സിനകത്ത് കിടക്കും നിങ്ങളുടെ വേൾഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മോഡ് കിടപ്പുണ്ട് എല്ലാം ഇതിനകത്തോട് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്താൽ മതി. ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നേരെ ഇതിനകത്തോട്ട് മൂവ് ചെയ്താൽ മതി. ഉള്ളോട്ട് ക്ലിക്ക് ചെയ്യരുത്. നേരെ ആദ്യം ഇതിനകത്തോട്ട് മൂവ് ചെയ്യും.
ഇവിടെ നിന്ന് പിന്നെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് നീ ഇങ്ങനെ ഇവിടെ ഞെക്കിയിട്ട് ഒന്നത്തെ ഞെക്കിയിട്ട് ഇവിടെ ഇതിനകത്ത് കയറ്റി അങ്ങനെ ഈ മോഡ് പാക്ക് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. Hope you found this video interesting. Guys, 1 FPS ആവുന്നു വീഡിയോ എടുക്കുന്നുള്ള പ്രശ്നം. വീഡിയോ എടുക്കാൻ കണ്ടു 1 FPS. CPS 4 CPS. Guys, that is completely for fabric ആണ്. നിങ്ങളുടെ SK ലോഞ്ചർ ഇല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ലോഞ്ചർ യൂസ് ചെയ്യും. SK ലോഞ്ചർ ഞാൻ പറയുന്നത് വേറെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോഞ്ചർ യൂസ് ചെയ്യും. അത് മോഡ് പാക്സ് ആഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഗൈസ്, ഹോപ്പ് യു see this video enjoy. Bye guys.